ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേന് ഞാൻ ആദ്യം പോയി നോക്കുന്നത് ഇന്നലെ വെള്ളപ്പത്തിന് അരച്ച മാവ് എന്തായിരുന്നാണ്. മാവ് കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അവിടെ ചീര ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് കടല വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ സ്പൂണും ഇട്ടിട്ടുണ്ട്, ഇന്ന് തിളച്ച് പോവില്ലല്ലോ. അപ്പോൾ അതവിടെ ആയി. അപ്പോഴേക്കും ഇത് ഞാൻ അച്ഛന് ചായ, അച്ഛൻ രാവിലെ കട്ടൻ ചായ ഇട്ട് കുടിക്കുക. അച്ഛന് കട്ടൻ ചായ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മുടെ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പത്തിന് ഉപ്പിട്ടിട്ട് മാവൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പം മാവ് സെറ്റാക്കിയും കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മളവിടെ കട്ടൻ ചായ തിളച്ചിട്ടുണ്ടായിരുന്നു, അച്ഛന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ ഒരു അരിപ്പേക്ക് അരിച്ചിട്ട് ഒരു കപ്പിൽ മാറ്റി ടേബിളുമ്മ കൊണ്ടുവയ്ക്കുക. അപ്പോൾ പിന്നെ അച്ഛൻ അവിടെ നിന്ന് എടുത്ത് കഴിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി പിന്നെ വെള്ളപ്പം ചൂടാം. അപ്പോൾ ഇത് ഏകദേശം അച്ഛൻ പോകുന്നതിൻ്റെ മുന്നേ ഇടയ്ക്ക് പോകും, അതിൻ്റെ മുന്നേ തന്നെ വെള്ളപ്പമൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഒരു വെള്ളപ്പം ഉണ്ടാക്കി, ഫസ്റ്റിട്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പം കുഴപ്പമില്ലാതെ വെള്ളപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് 2 കൈയൊന്നും പോരാ, 10 കൈയെങ്കിലും വേണം, അത്രയും തിരക്കാവുമല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ സഹായിക്കാൻ വേണ്ടി ഏട്ടൻ വെള്ളപ്പം ഉണ്ടാക്കും കൂടി. അപ്പോൾ ഏട്ടൻ പരത്തുന്നത് അട്ടപ്പിലേക്കാണ്. മൂപ്പുകൾക്ക് എത്ര പരത്തിയിട്ടൊന്ന് ശരിയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് പരത്തിയാൽ മതി, വെന്തിട്ട് വേഗം ആയാൽ മതി അച്ഛൻ പോകുമ്പോഴേക്കും പറഞ്ഞിട്ട് അതിന് ഏട്ടൻ അവിടെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. വെള്ളപ്പത്തേക്ക് ഞാൻ കടലക്കറി എന്ന് പറയുന്നത് കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. കടലക്കറി തേങ്ങ അരച്ച് വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ കുക്കറിൽ കടല വെള്ളത്തിലിട്ടപ്പോൾ അതിൽ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നും മുളക് പൊടി ഇടുമ്പോൾ എരിവ് കൂടുന്ന കാരണം ഞാൻ തേങ്ങ വറുക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വറുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മുളക് ഓൾറെഡി അതിലുണ്ട്. പച്ചമുളക് ഇടാത്ത സമയത്താണ് ഞാൻ മുളക് പൊടി ഇടാറ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേഗം കടലക്കറി വെച്ച് കടല ഏകദേശം റെഡി ആയിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് രസവും അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ചോറും ഇതൊന്നും മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. ഉച്ചക്കേക്കുള്ള പപ്പടം കൂടിയും കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഇന്നത്തെ പണികൾ രാവിലത്തെ ഉച്ചത്തേക്കുള്ള ഭക്ഷണ പരിപാടികളൊക്കെയാണ് കഴിഞ്ഞു. ഞാനിങ്ങനെ പപ്പടം മാല ബൾബ് പോലെ ഇങ്ങനെ കോർത്തിട്ടാട്ടോ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് പപ്പടം കാച്ചെടുക്കൽ. അപ്പോൾ പപ്പടം കാച്ചിന ബാക്കി എണ്ണയിരുന്നാൽ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു രസം ഒന്ന് വറവിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം കടുകും വേപ്പിന്തേലും ഉണക്കമുളകും ഇട്ടിട്ട് രസം വറവിടലും കൂടിയും കഴിഞ്ഞു. ഇത് ഇൻഡാലിയത്തിൻ്റെ കാരണം രസത്തേക്ക് വറവാണ്ട് ഒഴിക്കേക്ക് പേടി, നല്ല ചൂടാണ് ഇൻഡാലിയം, വേഗം അധികം ഇടയ്ക്കിടയ്ക്ക് കൈ കൊള്ളലുണ്ട്. അപ്പോൾ ഞാൻ രസം നേരെ ഇതിക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ വീണ്ടും അയക്കി ഒഴിക്കും. അപ്പോൾ ഓക്കെ, അവന് രസവും റെഡിയായി. അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. രാവിലെ നോക്കും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെള്ളപ്പമായിട്ടുണ്ട്, കടലക്കറി ആയിട്ടുണ്ട്, പിന്നെ ചീരുപ്പേരി ആയിട്ടുണ്ട്, രസമായിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, പപ്പടമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.